ഹലോ, വെൽക്കം ടു നൊമാഡ് ഫാമിലി. ഇന്ന് നമ്മുടെ 5th ഡേ ഓഫ് ഓൾ ഇന്ത്യ ട്രിപ്പാണ്. നമ്മളിന്ന് ഗുജറാത്ത് വ്യൂയിങ് ആണ്. അതിൽ മെയിനായിട്ട് നമ്മൾ അഹമ്മദാബാദാണ് കാണുന്നത്. ഫസ്റ്റ് നമ്മൾ അക്ഷർധാം ടെമ്പിളിൽ പോയി. നമ്മുടെ മൂന്നാമൻ ഇന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റിയറിംഗ് ഒരാൾ കൈമാറിയിട്ടുണ്ട്. അക്ഷർധാം ഭഗവാൻ സ്വാമി നാരായണൻ്റെ ടെമ്പിളാണ്. വലിയ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ടെമ്പിളാണ്. ആർക്കിടെക്ചറും വലിയ സ്റ്റാച്യൂസും ഗ്രീനറിയും ഒക്കെ ഫേമസ് ആണ്. മൺഡേസിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. കുറേ വിസിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ റോഡ് കടന്ന് ഇപ്പുറത്ത് കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട്. ഡ്രസ്സുകളും ഷോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഷോർട്ട്സും ചെറിയ ടോപ്പ് അങ്ങനെയുള്ളതൊന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഒരാൾ കുട്ടി ട്രൗസറിൻ്റെ മേലെ ഒരു മുണ്ടൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് കയറുന്നത്. നമുക്ക് ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല. ചെരുപ്പ് അവിടെ നമുക്ക് സൈഡിൽ വെക്കണം. അതുപോലെ എൻട്രി ഫ്രീ ആണ്. ഈവനിങ്ങിൽ എക്സിബിഷൻസൊക്കെ നടക്കുന്നുണ്ട്. അതിന് നമ്മൾ പൈസ കൊടുക്കണം. ക്യാമറ അവർ തന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. നമ്മൾ 150 രൂപ കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ അക്ഷർധാം കണ്ടു പുറത്തിറങ്ങി. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ആർമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോയി. അതൊക്കെ അവനോടൊക്കെ വർത്താനം പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നമ്മൾ പോകുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു ആണ്. ഇവിടുന്ന് ഏകദേശം ഒരു 4 മണിക്കൂറുണ്ട്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും 5 മണി കഴിയും. അവിടെ 5 മണി വരെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ എന്തായാലും പറ്റില്ല. പക്ഷെ നമുക്ക് സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെ പിങ്ക് ഓട്ടോറിക്ഷകളാണ്. വനിതകളാണ്, വുമൻസാണ് ഇവിടെ ഓട്ടോ ഓടിക്കുന്നത്. നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്യണം. അവർ നമ്മുടെ വണ്ടി അലൗ ചെയ്യില്ല ഉള്ളിലേക്ക്. നമ്മളിവിടെ പാർക്ക് ചെയ്തോ ഒന്നെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ ജീപ്പ് വിളിച്ച് വേണം നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അങ്ങോട്ട് പോകാനായിട്ട്. ജസ്റ്റ് അവിടം വരെ പോകാനായിട്ട് 150 രൂപയും അല്ല നമ്മളെ എല്ലാ വ്യൂസും കാണിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 600 രൂപയാണ് ഓട്ടോയ്ക്ക്. ജീപ്പാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1500 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ അവരോട് നമ്മളെ ഫുൾ വ്യൂയിങ്ങും കാണിച്ച് കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്ത് തന്നെ നമുക്ക് വേറെ പല അട്രാക്ഷൻസും ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വനിത എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് നമ്മുടെ ഓട്ടോ ഓടിക്കുന്നത്. അവരിങ്ങനെ മുഖമൊക്കെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെയിലാണ്. അതുകൊണ്ടാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്താണുള്ളത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ആണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നർമ്മദ റിവറിന് അടുത്താണിത്. തീരത്ത് അവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അവിടുന്ന് നമ്മൾ വീണ്ടും ഓട്ടോയിൽ കയറി. അവിടുന്ന് ഇനിയിപ്പം കുറേ വ്യൂയിങ് ഉണ്ട്. മെയ്സ് ഗാർഡൻ, വാലി ഓഫ് ഫ്ലവേഴ്സ്, ഡിനോ ട്രയൽ, അങ്ങനെ കുറച്ച് അട്രാക്ഷൻസ് അവർ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ടു. എല്ലായിടത്തും 5 മണിയാകുമ്പോഴത്തേക്കും ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. ഡിനോ ട്രയൽ മാത്രം ക്ലോസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ അത് കയറി കണ്ടു. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ ദൂരത്തുനിന്ന് കാണാനേ പറ്റുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഡാമുണ്ട്, പുഴയുണ്ട്. പുഴയിൽ നമ്മൾ മുതലേനെയൊക്കെ കണ്ടു കേട്ടോ. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടി ഇവരിവിടെ ടെൻറ്റ് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. ടെൻറ്റ് 1, ടെൻറ്റ് 2 എന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ ഏകദേശം 7 മണിയായി. ഇനിയും ഗുജറാത്തിൽ കുറേ അട്രാക്ഷൻസ് ഉണ്ട്. ദ്വാരകയുണ്ട്. പക്ഷെ നമ്മളതൊന്നും കാണുന്നില്ല. നമ്മളിനി അടുത്തത് രാജസ്ഥാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര തുടങ്ങുവാണ്. ഒരു 8-9 മണിയാകുമ്പോൾ എവിടെയാണോ എത്തുന്നത് അവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് നാളെ യാത്ര കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എല്ലാവരെയും നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.